നമസ്കാരം. ഭൂമിക ഇന്നുള്ളത് കണ്ണപുരം പഞ്ചായത്തിലെ അയ്യോത്ത് വയലിലാണ്. തുടർച്ചയായി 3 വർഷവും സൂര്യകാന്തി കൃഷിയിൽ വിജയം നേടിയെടുക്കുന്ന 2 പ്രകാശന്മാരുടെ കഥയാണ് ഇന്ന് ഭൂമികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 2 പ്രകാശേട്ടന്മാർക്കും സ്വാഗതം ഭൂമികയിലേക്ക്. അപ്പോൾ ഇപ്പോൾ 3ാമത്തെ വർഷമാണ് നിങ്ങൾ സൂര്യകാന്തി കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം അതിലൊരു വെറൈറ്റി ആയിട്ട് കാണുന്നത് ചുവപ്പാണ്. അപ്പോൾ എന്താണ് ഈ 3 വർഷവും നിങ്ങൾക്ക് ഇതൊരു എന്താ പറയേണ്ടത് ഭയങ്കര ഹരമായിട്ട് മാറിയത്? നമുക്കിത് സാമ്പത്തിക ലാഭമല്ല നമ്മളെ തോന്നുന്നു. നമുക്ക് ഈ ആൾക്കാരുടെ സന്തോഷം. കാരണം വന്ന ആൾക്കാർ, ഇത്രയും ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരിക, ഇത് കാണുക എന്നെല്ലാം പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇപ്രാവശ്യം ഇത് പഞ്ചായത്തിൽ ഇത് ഫെസ്റ്റായിട്ട് നടത്തുന്നുണ്ടായിരുന്നു, കണ്ണൂർ പഞ്ചായത്തിൻ്റെ. അപ്പോൾ മാർച്ച് 1-ാം തീയതി തുടങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനെ ഫെസ്റ്റായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ വർഷം തുടങ്ങുമ്പോൾ ഇതിലൊരു വിജയ സാധ്യത ഉണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആദ്യം നമുക്കങ്ങനെ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിത്ത് ഒന്ന് ചാടി നോക്കാമെന്നുള്ളത്, ഇട്ട് നോക്കിയാൽ മുളക്കില്ല എന്നുള്ളത് അറിയാം. കാരണം ഇതുവരെ ആരും ഈ നാട്ടിൽ ഇത് പരീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് നോക്കിയപ്പോൾ നോക്കുമ്പോൾ നല്ല ഇതായിട്ട് കണ്ടത്, നല്ല ചെടിക്ക് നല്ല ഗ്രോത്തായി വളർന്ന് നല്ല പൂവൊക്കെ വിരിഞ്ഞപ്പോൾ തന്നെ നല്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഈ നാട്ടിൽ പറ്റുന്ന കൃഷിയാണെന്നുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ ഇപ്പോഴും ഇത് ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരുപാട് സന്ദർശകരുണ്ട്. അപ്പോൾ അവർ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതുപോലെ ഇത് കണ്ട് ആസ്വദിക്കുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? സന്തോഷം തന്നെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട് ഈ അയ്യോത്ത് എന്ന് പറഞ്ഞിട്ട് ഈ സൂര്യകാന്തിയുടെ പേരിലാണ് ഇപ്പോൾ അറിയുന്നത്. സൂര്യകാന്തി എന്ന് പറയുന്നത് ഇപ്പോൾ അയ്യോത്ത്, പണ്ട് കാലത്ത് ഈ അയ്യോത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറങ്ങനെ അറിയാത്ത സ്ഥലമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ അയ്യോത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കണ്ണൂർ ജില്ലയിൽ എവിടെ അയ്യോത്ത് എന്ന് പറഞ്ഞാൽ സംഗതി അറിയാൻ പറ്റും. അതിപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് റീൽസും അയ്യോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അയ്യോത്ത് നിങ്ങൾ അടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം കംപ്ലീറ്റ് ഇങ്ങനെ. അതെ അതെ. അപ്പൊ അയ്യോത്തിന് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാക്കി കൊടുത്തതിൽ നിങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്ന് പറയാം അല്ലെ? നമ്മളെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ജനങ്ങളൊരു സന്തോഷം, നമ്മുടെ നാടിനൊരു നല്ലൊരു പേര്, അതാണ് നമ്മൾ കൂടുതലായിട്ട് ഈ 3 വർഷം നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ആദ്യത്തെ കൊല്ലത്ത് നിന്ന് ഇപ്പൊ 3ാമത്തെ വർഷം എത്തി നിൽക്കുമ്പോൾ അതിലൊരു വെറൈറ്റി കൊണ്ടുവരാൻ ഇപ്പൊ സാധിച്ചു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ചുവന്ന സൂര്യകാന്തിയിലെത്തുന്നത്? ചുവന്ന സൂര്യകാന്തി എന്ന് പറയുമ്പം ഞങ്ങളൊരു സുഹൃത്തുണ്ടായിരുന്നു, മാട്ടൂലി ആബിദ്, ഒരു ഡോക്ടറാണ്. അയാള് ദുബായിയാണ് അയാള് താമസം, അവിടെയാണ് അയാള് ജോലി എടുക്കുന്നത്. അപ്പം അയാള് മുഖാന്തരമാണ് ഈ ചുവപ്പ്. അയാൾ ഇതുപോലെ ഒരു പൂക്കൃഷി ചെയ്യുന്ന ഡോക്ടറാണ്. അങ്ങനെയാണ് നമ്മൾ അയാളുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ കുറച്ച് വിത്ത് നമുക്ക് ശേഖരിച്ച് തരുകയും ചെയ്തു. അപ്പോൾ ഇത് ആദ്യഘട്ടത്തിൽ നടുമ്പോൾ സ്ഥലം, അതുപോലെ വെള്ളം, വിത്ത്, ഇതൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പോൾ 3ാമത്തെ വർഷത്തിലെത്തി നിൽക്കുന്നത്. ആദ്യം ഒരു ബുദ്ധിമുട്ടില്ല, ഇത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ നമുക്ക്. സംഗതി ഇതെങ്ങനെ തുടങ്ങണം, ഇത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കൃഷിയാണല്ലോ. അങ്ങനെ ഒന്ന് പാകി നോക്കാം, എങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള അറിയില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടപ്പോഴാണ് സംഗതി ഇങ്ങനെ ആയത്. അപ്പോൾ ആദ്യം ഇട്ട സമയത്ത് നമ്മൾ വെള്ളം ഒന്നും കൊടുത്തില്ല. ആ ലെവലിൽ അങ്ങനെ വളർന്നു വരുന്നുണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ തന്നെ ഇട്ടത്. ആദ്യ വർഷം നമ്മൾ ഇട്ടത് കുറച്ച് ഇങ്ങോട്ടുള്ളതാണ്, പടിഞ്ഞാറോട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് കോഴിവളവും ഇതൊക്കെ ഇട്ടിട്ട് വെള്ളം അടിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തത്. അപ്പോൾ നല്ല ഇത് കിട്ടി, നല്ല വിളവുണ്ടായിരുന്നു. നല്ല പൂക്കളൊക്കെ നല്ല വലിപ്പത്തിലും. അത് ഹൈബ്രിഡ് വിത്തായി നമ്മൾ വെച്ചു. ബാംഗ്ലൂരിൽ നിന്നാണ് ഹൈബ്രിഡ് വിത്ത് കൊണ്ടുവരുന്നത്.
പിന്നെ കുറച്ച് നാടൻ വിത്തും കുറച്ച് ഹൈബ്രിഡ് വിത്തുമായിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിപ്പം നല്ല ഇതായി കിട്ടി. ഇപ്പം ഇപ്രാവശ്യത്തേത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാലാവസ്ഥ, ഒരു മഴയൊക്കെ പെയ്തല്ലോ ആ സമയത്ത്. മഴയൊക്കെ പെയ്തപ്പോൾ കുറേ ചെടികളങ്ങ് നശിച്ചു പോയി. പിന്നെ അതിൻ്റെ മുകളിലൂടെ വീണ്ടും വിത്തിട്ടപ്പോഴാണ് ഈ മറ്റേതിൽ ചെടികളൊക്കെ ഒരേ ലെവലിലായിരിക്കും. ഇപ്രാവശ്യം തന്നെ കാണില്ലേ അവിടെ ഇവിടെയും ആദ്യം മുളച്ചു വന്നത് പിന്നെ രണ്ടാമത് മുളച്ചത് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഒരു ലെവലില്ലാതെ കാണുന്നത്. ഇപ്രാവശ്യം നമ്മൾ പിന്നെ ഈ ചെടി നടണം പൂത്തിട്ട് കാണുന്നില്ലത് നമ്മളൊരു വലിയ ഒരു ആശയമാണ്. 3 പ്രാവശ്യമാണ് നമ്മളിവിടെ വിത്തിട്ടത് ഇപ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം മഴ വന്നു പോയി, രണ്ടാമത്തെ പ്രാവശ്യം മുളച്ചില്ല, മൂന്നാമത് ഞങ്ങളിത് ചെയ്തു. അന്നേരമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് വളർച്ച കുറവാണ്, എങ്കിലും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് 3 പ്രാവശ്യം അതിനുവേണ്ടി. ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ട്, ഒരുപാട് പൈസ ചിലവാണ് ഇപ്രാവശ്യം. കാരണം നമ്മൾ ഹരിയാനയിൽ നിന്നെല്ലാം നമ്മൾ ചുവന്ന വിത്ത് കൊണ്ടുവന്നിട്ട് അത് കംപ്ലീറ്റ് മഴക്ക് നശിച്ചു പോയി. അത് നമുക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്, അവരിൽ നിന്ന് അങ്ങനെ ഒരു ഫീസ് ഈടാക്കോ അങ്ങനെ ഒന്നും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യില്ല. ഇല്ല. അപ്പൊ ഇതില് നിങ്ങൾക്ക് കയ്യിൽ നിന്നുള്ള സാമ്പത്തിക നഷ്ടം അല്ലാതെ വേറെ ലാഭമില്ല. അപ്പൊ അതുപോലെ വിദ്യാർത്ഥികളുടെ സഹകരണം ഇപ്രാവശ്യം അതുപോലെ മുൻ വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലേ? ഈ വർഷം കഴിഞ്ഞ NSS ക്യാമ്പിന്, അത് മടക്കര ഇത് മുണ്ടപ്പുറം വെൽഫെയർ LP സ്കൂളിലെ NSS ക്യാമ്പിന്, മടക്കര വെൽഫെയർ LP സ്കൂളിൽ. അപ്പോൾ ആ കുട്ടികളാണ് നമുക്ക് ആദ്യം വിത്ത് നമ്മൾ നട്ടു തന്നത്. അപ്പോൾ അത് മഴയൊക്കെ പെയ്ത് അതങ്ങ് നശിച്ചുപോയി. നല്ല കുറച്ച് നശിച്ചു, കുറച്ചിങ്ങനെ ആയി വന്നു. വെള്ളം നിന്ന് കഴിഞ്ഞു, ചെറിയ ചെടിയല്ലേ, അപ്പോൾ വെള്ളം നിന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് ചീഞ്ഞു പോകും. അങ്ങനെ അങ്ങ് പോയി. പിന്നീട് അത് 2 പ്രാവശ്യമായിട്ട് ഇട്ടത്. ആദ്യം ഇട്ട് പിന്നെ കുറേ മുളക്കാണ്ടെന്ന്, പിന്നെ രണ്ടാമതിട്ട്, പിന്നെ അങ്ങനെ മുളച്ച് അങ്ങനെ കൊണ്ടുവന്നത്. അതുപോലെ ഇപ്പൊ ഇതിന്റെ വിത്തിൽ നിന്നും എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാനാണോ, അല്ല വെറും പിന്നെ കാഴ്ചക്ക് വേണ്ടി നട്ടതാണോ? കാഴ്ചക്ക് വേണ്ടി നട്ടതാണ്. എങ്കിലും നമ്മളെ ഈ വിത്ത് നമ്മൾ ഒരിക്കലും പറിച്ചെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് 500 തത്ത അവരാ നമ്മൾ പരാജയപ്പെടുത്തി കളിക്കുന്നത്. അത് രാവിലെ ഒരു 6 മണിയാകുമ്പോൾ വരും, എല്ലാം കൂടെ കൂട്ടത്തോടെ വന്ന് ഒരു 4-5 ദിവസം കൊണ്ട് ഇത് തീർക്കും കംപ്ലീറ്റ്. ഈ ഇത്രയും തത്തകളൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ, കാരണം കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും, പിന്നെ അത് തിന്ന് തീർക്കും. പിന്നെ ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ കൂടും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ അടുത്ത വർഷങ്ങളിൽ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അടുത്ത വർഷം ഈ ചോപ്പ് തന്നെ നമ്മൾ കുറെ നട്ടുണ്ടാക്കിയിട്ട് വിത്തുകൾ എടുക്കുക എന്നുള്ളതായിരിക്കുന്നു. ഇപ്പൊ ഒരു സൈഡിൽ മാത്രമാണ് ചോപ്പുള്ളത്. ഇത്രയും വിത്ത് കിട്ടുന്നത് അവർ നന്നായി നമുക്ക് ഇത്രയും വിത്ത്. അപ്പൊ അടുത്ത വർഷം ഇതിനകത്ത് തന്നെ പിന്നെ വിത്ത് ഉൽപ്പാദിപ്പിച്ചിട്ട് കുറച്ച് വിപുലമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പൊ സൂര്യകാന്തിക്ക് വേണ്ടുന്നത് നല്ല ചൂടാണല്ലേ? ചൂടുള്ള സമയത്ത് പിന്നെ വെള്ളവും പരിചരണം നല്ലതായിട്ട് വേണം. പക്ഷെ ഇവിടെ നമ്മൾക്ക് അതിന് പറ്റുന്നില്ല. ഇപ്പം വെള്ളം
ഇത്ര കൊടുത്ത ഈ കടും ചൂടല്ലേ, നമ്മള് വെള്ളം അടിച്ച് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വെള്ളം അങ്ങ് ആറിപ്പോയി. കാരണം കാണുന്നില്ല, നല്ല ഇതായി കിടക്കും, ഉണങ്ങി കിടക്കാണ് ഇതങ്ങ്. സൂര്യനെ പോലുള്ള മഞ്ഞവർണ്ണമാണ് സൂര്യകാന്തിയെ ആകർഷകമാക്കുന്നത്. അതുപോലെ ഇവരുടെ വയലിൽ ചുവപ്പ് നിറത്തിലും സൂര്യകാന്തി കാണാം. വരും വർഷങ്ങളിലും പ്രകാശന്മാർക്ക് കൂടുതൽ സൂര്യകാന്തിയുമായി മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.